നയതന്ത്ര ശ്രമങ്ങളും സൈനിക ഭീഷണികളും ഒരേ സമയം ആഞ്ഞടിക്കുന്നതോടെ മിഡിൽ ഈസ്റ്റ് വീണ്ടും ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. ലോകശക്തികൾ സമാധാനത്തിനായി കിണഞ്ഞു പരിശ്രമിക്കുമ്പോഴും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൈക്കൊള്ളുന്ന കടുത്ത നിലപാടുകൾ മേഖലയിലെ സാഹചര്യം അതീവ സങ്കീർണമാക്കിയിരിക്കുന്നു. ഇറാന്റെ ആണവ പദ്ധതികളെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ നടത്തുന്ന നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കകൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. വാഷിംഗ്ടൺ സമാധാന ചർച്ചകളുമായി മുന്നോട്ടു പോകാൻ ശ്രമിക്കുമ്പോഴും ഇസ്രായേൽ സൈനിക നടപടിയുടെ സൂചനകൾ നൽകുന്നത് അമേരിക്കയുമായുള്ള ബന്ധത്തിൽ പോലും വിള്ളലുകൾ വീഴ്ത്തുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയതന്ത്ര ശ്രമങ്ങളെ പരസ്യമായി തള്ളിക്കൊണ്ടുള്ള നെതന്യാഹുവിന്റെ നീക്കം അപ്രതീക്ഷിതമായിരുന്നു. സമാധാന കരാറുകൾക്കായി അമേരിക്ക ഇസ്ലാമാബാദിൽ ചർച്ചകൾ സംഘടിപ്പിക്കുമ്പോൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ബോംബിടുമെന്ന നെതന്യാഹുവിന്റെ ഭീഷണി നയതന്ത്ര ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ആണവായുധ മോഹം തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ്. ഇറാൻ ആണവശേഷി കൈവരിച്ചാൽ അത് തടയാൻ ആർക്കും സാധിക്കില്ലെന്ന ബോധ്യം നെതന്യാഹുവിനെ കടുത്ത തീരുമാനങ്ങളിലേക്ക് പ്രേരിപ്പിക്കുകയാണ്. ഇതിനായി അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയില്ലാതെ തന്നെ മുന്നോട്ടു പോകാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം ഈ സംഘർഷം ഒഴിവാക്കാൻ ആവുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. ഒരു വശത്ത് ഇറാനുമായുള്ള ചർച്ചകൾ സജീവമാക്കി നിർത്താനും മറുഭാഗത്ത് ഇസ്രായേലിനെ സംയമനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാനുമാണ് വാഷിംഗ്ടൺ ശ്രമിക്കുന്നത്. എന്നാൽ നെതന്യാഹുവിന്റെ പുതിയ പ്രസ്താവനകൾ അമേരിക്കയുടെ ഈ ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചകൾ അതീവ രഹസ്യ സ്വഭാവമുള്ളതാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ചർച്ചകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ചർച്ചകൾ പരാജയപ്പെടുമെന്ന ഭീതി നിലനിൽക്കെ ഇസ്രായേൽ നടത്തുന്ന ഭീഷണി ഇറാന്റെ നിലപാടുകൾ കൂടുതൽ കടുപ്പിക്കാൻ ഇടയാക്കും. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഏതൊരു സൈനിക നീക്കവും മേഖലയിൽ വലിയ സ്ഫോടനാത്മകമായ സാഹചര്യം സൃഷ്ടിക്കും. ഇറാന്റെ പ്രത്യാക്രമണം ഇസ്രായേലിന് മാത്രമല്ല ഗൾഫ് മേഖലയിലെ മറ്റു രാജ്യങ്ങൾക്കും ഭീഷണിയാകും. ഇത് ആഗോള എണ്ണ വിതരണത്തെയും ലോക സമ്പദ് വ്യവസ്ഥയെയും തകിടം മറിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇസ്രായേൽ പ്രതിരോധ സേന തങ്ങളുടെ വ്യോമസേനയെ ഏത് നിമിഷവും ആക്രമണത്തിന് സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ്. ഇറാന്റെ ഭൂഗർഭ ആണവ നിലയങ്ങൾ തകർക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു. എന്നാൽ ഇറാൻ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കിയിട്ടുള്ളതിനാൽ ഒരാക്രമണം അത്ര എളുപ്പമാകില്ല. അമേരിക്കയിലെ ഭരണകൂടം ഈ വിഷയത്തിൽ ഭിന്നിച്ച നിലപാടിലാണുള്ളത്. ട്രംപ് സമാധാനത്തിന് മുൻഗണന നൽകുമ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ ഭരണകൂടത്തിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ ഇസ്രായേലിന്റെ സുരക്ഷാ ആശങ്കകളെ പിന്തുണയ്ക്കുകയാണ്. ഈ ആഭ്യന്തര ഭിന്നത നെതന്യാഹുവിന് തന്റെ നിലപാടുകൾ ശക്തമാക്കാൻ സഹായകരമാകും. ഇറാൻ ഇതിനോടകം തന്നെ തങ്ങളുടെ ആണവ നിലയങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രയേലിലെ പ്രധാന നഗരങ്ങളെ ലക്ഷ്യമിട്ട് തങ്ങളുടെ മിസൈലുകൾ സജ്ജമാണെന്ന് ഇറാൻ സൈനിക മേധാവികൾ വ്യക്തമാക്കി. ഇത് മിഡിൽ ഈസ്റ്റിലെ ജനങ്ങളെ കടുത്ത ഭീതിയിലാഴ്ത്തുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രയേലിന്റെ ഭീഷണിയിൽ അതീവ ആശങ്കാകുലരാണ്. യുദ്ധം ഒഴിവാക്കണമെന്നും ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്നുമാണ് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇസ്രായേൽ ഈ അഭ്യർത്ഥനകളെ കാര്യമായി പരിഗണിക്കുന്നില്ല. നെതന്യാഹുവിന്റെ ഈ നീക്കം ഇസ്രായേലിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. യുദ്ധത്തിലേക്ക് രാജ്യത്തെ തള്ളിവിടുന്നത് ഭരണകൂടത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. എന്നാൽ ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നാണ് സർക്കാരിന്റെ മറുപടി. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. പല കേന്ദ്രങ്ങൾക്കും പർവ്വതങ്ങൾക്കുള്ളിലോ ഭൂമിക്കടിയിലോ ആണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് തകർക്കാൻ സാധാരണ ബോംബുകൾ കൊണ്ട് സാധിക്കില്ല എന്നതിനാൽ ഇസ്രയേൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചേക്കാം. ഈ സംഘർഷം റഷ്യയെയും ചൈനയെയും പോലുള്ള വൻ ശക്തികളെ കൂടി ഇതിൽ വലിച്ചിഴയ്ക്കാൻ സാധ്യതയുണ്ട്. ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഈ രാജ്യങ്ങൾ ഇസ്രയേലിന്റെ സൈനിക നീക്കത്തെ ശക്തമായി തന്നെ എതിർക്കും. ഇത് ആഗോളതലത്തിൽ തന്നെ വലിയൊരു ചേരിതിരിവിന് കാരണമാകും. നയതന്ത്ര ചർച്ചകളിൽ ഒരു വിള്ളലുണ്ടായാൽ അത് യുദ്ധത്തിനുള്ള പച്ചക്കൊടിയായി ഇസ്രയേൽ കണക്കാക്കിയേക്കാം. നോ ഡീൽ എന്ന അമേരിക്കൻ നിലപാട് ഇസ്രയേലിന് കൂടുതൽ ധൈര്യം നൽകുന്നുണ്ട്. ഒരു ഉടമ്പടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഇറാന്റെ ആണവ പദ്ധതികളെ തടയാൻ
സൈനിക നടപടി അല്ലാതെ മറ്റു മാർഗമില്ലെന്നാണ് നെതന്യാഹു വാദിക്കുന്നത്. ഇസ്ലാമാബാദിലെ ചർച്ചാവേദികളിൽ ഇറാന്റെ പ്രതിനിധികൾ ഇസ്രായേലിന്റെ ഭീഷണിയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. തങ്ങൾ ചർച്ചകളിൽ ഏർപ്പെടുമ്പോഴും തങ്ങളുടെ രാജ്യത്തിനു മേൽ ഭീഷണി ഉയരുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് അവർ വ്യക്തമാക്കി. ഇത് സമാധാന ശ്രമങ്ങളെ പാതി വഴിയിൽ നിർത്തിയേക്കാം. ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് ഇറാനിൽ നേരത്തെയും അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ശാസ്ത്രജ്ഞരെ വധിച്ചും സൈബർ ആക്രമണങ്ങളിലൂടെയും ആണവ പദ്ധതികളെ മന്ദീഭവിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ പരസ്യമായൊരു ബോംബാക്രമണം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരിക്കും. മേഖലയിലെ മറ്റു രാജ്യങ്ങളായ സൗദി അറേബ്യയും UAEയും നിലവിൽ ഒരു വലിയ യുദ്ധം ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഇറാന്റെ സ്വാധീനം വർദ്ധിക്കുന്നത് അവരും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ നീക്കങ്ങളോട് അവർ എങ്ങനെ പ്രതികരിക്കുമെന്നത് നിർണായകമാണ്. ലോകമെമ്പാടുമുള്ള സമാധാനകാംക്ഷികൾ ഈ സംഭവ വികാസങ്ങളെ ഭീതിയോടെയാണ് നോക്കിക്കാണുന്നത്. യുദ്ധം തുടങ്ങാൻ എളുപ്പമാണെങ്കിലും അത് അവസാനിപ്പിക്കുക എന്നത് അസാധ്യമാണെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഒരു ചെറിയ തെറ്റായ തീരുമാനം പോലും ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിച്ചേക്കാം. ട്രംപിനെ പോലൊരു നേതാവിനെ പരസ്യമായി അവഗണിച്ചുകൊണ്ട് നെതന്യാഹു നടത്തുന്ന ഈ നീക്കം അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ വലിയൊരു മാറ്റമാണ് സൂചിപ്പിക്കുന്നത്. അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്കും മുകളിൽ സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷാ താൽപ്പര്യങ്ങൾക്കാണ് ഇസ്രായേൽ മുൻഗണന നൽകുന്നത്. ഈ സംഘർഷം ലബനനിലെ ഹിസ്ബുള്ളയെയും ഗസയിലെ ഹമാസിനെയും പോലുള്ള സായുധ ഗ്രൂപ്പുകളെയും സജീവമാക്കും. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചാൽ ഈ ഗ്രൂപ്പുകൾ ഇസ്രായേലിന് നേരെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആക്രമണം അഴിച്ചുവിടും. ഇത് ഒരു ബഹുമുഖ യുദ്ധത്തിന് വഴിയൊരുക്കും. അമേരിക്കൻ ജനതയും മറ്റൊരു യുദ്ധത്തിൽ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇസ്രായേലിന്റെ സുരക്ഷ അപകടത്തിലായാൽ അമേരിക്കയ്ക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല. ഇത് ട്രംപ് ഭരണകൂടത്തെ വലിയൊരു പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഇസ്ലാമാബാദിലെ ചർച്ചകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ നിർണായകമാകും. ഇറാന്റെ ഭാഗത്തു നിന്ന് എന്ത് വിട്ടുവീഴ്ചകൾ ഉണ്ടാകും എന്നതാണ് ലോകം നോക്കുന്നത്. അതുപോലെ ഇസ്രായേലിനെ ശാന്തമാക്കാൻ അമേരിക്ക എന്ത് വാഗ്ദാനങ്ങളാണ് നൽകുക എന്നതും പ്രധാനമാണ്. ഇറാന്റെ ആണവ സാങ്കേതിക വിദ്യ തകർക്കാൻ സാധിച്ചാലും ആ വിദ്യ അവർക്ക് നേരത്തെ അറിയാവുന്നതിനാൽ അവർ അത് വീണ്ടും നിർമ്മിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സൈനിക നടപടി ഒരു ശാശ്വത പരിഹാരമല്ലെന്ന് പല നിരീക്ഷകരും കരുതുന്നു. ഐക്യരാഷ്ട്രസഭ ഈ വിഷയത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വൻ ശക്തികളുടെ താൽപ്പര്യങ്ങൾക്കിടയിൽ സഭയുടെ ശബ്ദം ദുർബലമാവുകയാണ്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. നെതന്യാഹുവിന്റെ പ്രസ്താവന കേവലം ഒരു സമ്മർദ്ദ തന്ത്രമാണെന്ന് കരുതുന്നവരുമുണ്ട്. ഇറാനെയും ലോകരാജ്യങ്ങളെയും ഭയപ്പെടുത്തി തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് അവർ വാദിക്കുന്നു. എന്നാൽ ഇസ്രായേലിന്റെ മുൻകാല ചരിത്രം പരിശോധിച്ചാൽ അവർ വെറും ഭീഷണിയിൽ ഒതുങ്ങില്ലെന്ന് വ്യക്തമാകും. മിഡിൽ ഈസ്റ്റിലെ ആധുനിക പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഇപ്പോൾ പരീക്ഷണത്തിലാണ്. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും ഡ്രോൺ വേദ ആയുധങ്ങൾക്കും ഒരു യുദ്ധം വന്നാൽ എത്രത്തോളം ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് കണ്ടറിയണം. ഇറാന്റെ ജനതയും ഈ സാഹചര്യത്തിൽ വലിയ സമ്മർദ്ദത്തിലാണ്. സാമ്പത്തിക ഉപരോധങ്ങൾക്ക് പുറമെ ഒരു ബോംബാക്രമണം കൂടി നേരിടേണ്ടി വരുന്നത് അവരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുന്നു. മാനുഷികമായ വലിയൊരു ദുരന്തത്തിനാണ് ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. വാഷിംഗ്ടണും ഇസ്ലാമാബാദും തമ്മിലുള്ള സഹകരണം ഈ ചർച്ചകളിൽ പ്രധാനമാണ്. ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ പാകിസ്ഥാന്റെ പങ്ക് ഈ സംഭവത്തിലൂടെ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നു. ചർച്ചകൾ വിജയിച്ചാൽ അത് പാകിസ്ഥാന് വലിയൊരു നയതന്ത്ര വിജയമായിരിക്കും. സമാധാനവും യുദ്ധവും തമ്മിലുള്ള ഈ വടംവലിയിൽ ലോകം ശ്വാസമടക്കി പിടിച്ചിരിക്കുകയാണ്. നെതന്യാഹുവിന്റെ ഭീഷണി യാഥാർത്ഥ്യമാകുമോ അതോ നയതന്ത്രം വിജയിക്കുമോ എന്നത് വരും ആഴ്ചകളിൽ അറിയാം. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഈ ശത്രുത അവസാനിക്കണമെങ്കിൽ ഇരുപക്ഷവും മുൻവിധികളില്ലാതെ സംസാരിക്കാൻ തയ്യാറാകണം. അല്ലാത്തപക്ഷം ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സംഘർഷത്തിനാകും മിഡിൽ ഈസ്റ്റ് സാക്ഷ്യം വഹിക്കുക.